ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഒരു പാവയ്ക്ക പറിക്കാറായി നിൽപ്പുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നത് പറിച്ചിട്ട് ഒരു പാവയ്ക്ക തീയലുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ 11 മണിയൊക്കെ ആയിട്ടുണ്ട്, പക്ഷെ നല്ല വെയിലാണ് കേട്ടോ. പനിയൊക്കെ പിടിച്ചതിന് ശേഷം ചുമയൊക്കെ ആയിരുന്നു. അപ്പോൾ ഒച്ചയ്ക്കൊക്കെ ചെറിയ വ്യത്യാസമുണ്ട്. പാവയ്ക്ക പറിച്ചെടുക്കുവാണേ. അതിൽ കായ്ച്ചയാണെന്ന് തോന്നുന്നു, ചെറുതായിട്ടൊന്ന് ചെറിയൊരു കുത്ത് വീണിട്ടുണ്ട്. അപ്പോൾ ഇനി നിർത്തിക്കഴിഞ്ഞാൽ ഞാനത് ആദ്യത്തെ പാവയ്ക്ക, അപ്പോൾ വിത്തിനും കൂടി ഇട്ടേക്കാന്നും കരുതി ഇട്ടിരുന്ന. ഇനി നിർത്തിയാൽ അത് മൊത്തത്തിൽ ചീഞ്ഞ് പോകും ഒറ്റ ദിവസം കൊണ്ട് തന്നെ. പാവയ്ക്ക പറിച്ചുകൊണ്ട് വെച്ചിട്ട് തേങ്ങ പൊട്ടിച്ചിട്ട് ചിരണ്ടി വന്നു കേട്ടോ. അപ്പോൾ ആദ്യം വറുത്തിട്ട് അരച്ച് വയ്ക്കാമെന്ന് കരുതിയാണേ. അപ്പോൾ കല്ലിലൊക്കെ അരയ്ക്കണതാണ് എനിക്കിഷ്ടം തീയലിനൊക്കെ. പക്ഷേ കല്ല് കിടക്കുന്നിടത്ത് ഭയങ്കര വെയിലാട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ മിക്സിയുടെ ജാറ് കറണ്ടുള്ള സമയത്ത് അരയ്ക്കാമല്ലോ എന്ന് കരുതി. തേങ്ങ മൂത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകവും കൂടെ മൂപ്പിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. മിക്സിയുടെ ജാറിൽ അരയ്ക്കുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചില്ലെങ്കിൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടില്ല കേട്ടോ. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിന് വേറൊരു കളറായിരിക്കും. അപ്പോൾ കുറച്ച് വാളംപുളി വെള്ളത്തിയിട്ടിട്ടുണ്ട്. പുളി ചേർക്കുന്ന വാളംപുളിയാണ്. പിന്നെ വേഗം തന്നെ ചെറിയ ചൂടൊന്ന് ആറിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് അരച്ചെടുക്കുകയാണ് ജാറിൽ. പാവയ്ക്ക കഴുകി എടുക്കുന്നുണ്ട്. ഇനി അരിയാനായിട്ട് പോവുകയാണ്. അപ്പോൾ കുറച്ച് കൊച്ചുള്ളി എടുക്കുന്നുണ്ട്. 2 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. മുളക് പൊടി ഞാൻ ആവശ്യത്തിന് അരച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ 2 പച്ചമുളകും കൂടെ അതിൻ്റെ കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാവയ്ക്ക ഇങ്ങനെ വട്ടത്തിൽ മുറിച്ചെടുത്തിട്ട് പിന്നെ അത് നടുവേ മുറിച്ചിട്ട് നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നത്. കട്ടി കുറച്ച് അരിഞ്ഞെടുക്കുന്നത്, ഇല്ലെങ്കിൽ ഒരുപാട് എണ്ണ ചേർക്കേണ്ടി വരില്ലേ വഴന്നൊക്കെ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി വേഗം അരിഞ്ഞെടുത്തിട്ട് കറി വയ്ക്കട്ടെ കേട്ടോ. ഇത് കയ്പില്ലാത്ത കൂട്ട് പാവയ്ക്ക കേട്ടോ, വെള്ള പാവയ്ക്കാണ്. നേരിയൊരു കയ്പുണ്ട്. നേരിയ കയ്പില്ലെങ്കിൽ പാവയ്ക്കൊക്കെ ഒരു രുചി വരത്തില്ലല്ലോ. പിന്നെ നല്ല രുചിയാട്ടോ കൂട്ടാനൊക്കെ. നമ്മൾ നേരത്തെ നട്ടിട്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉണ്ടായിരുന്നതായിരുന്നു. അപ്പം ഇപ്രാവശ്യം നമ്മൾ പാതി ഒരു ഡിസംബറൊക്കെ ആയപ്പം മുതൽ നട്ടതായിരുന്നു. ഇപ്പം ആദ്യമായിട്ടാണ് ഇപ്രാവശ്യം നമുക്കിത് കറി വയ്ക്കാനായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇത് കയ്പില്ലാത്ത നല്ല ടേസ്റ്റുള്ള പാവയ്ക്ക ആയതുകൊണ്ട് അത് വിത്തിന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കേട്ടോ. നമുക്ക് കുറച്ച് തക്കാളിയൊക്കെ ആണെങ്കിലും താഴെ നിർത്തിയിട്ടുണ്ട്. പിന്നെ പാവയ്ക്ക വേറെ ഈ ചെറിയ ഇനം പാവയ്ക്കയുണ്ട് താഴെ തോടിൻ്റെ സൈഡിലായിട്ട്. അപ്പോൾ കൂട്ടുകാരൊക്കെ പാവയ്ക്ക തീയലൊക്കെ വെക്കുന്നത് ഇതുപോലെയൊക്കെ തന്നെയല്ലേ. അപ്പോൾ അരയ്ക്കുന്നതൊക്കെ തേങ്ങ, ചെറിയ ജീരകമൊക്കെയാണ് അരച്ചെടുക്കുന്നത്. പിന്നെ എന്താണ്, അപ്പോൾ ഞാനിതാ തേങ്ങ വറുത്ത പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് പിന്നെ വേറൊരു ചട്ടിയിലാണ്, മൺചട്ടിക്കകത്താണ് പാവയ്ക്ക തീയൽ വയ്ക്കുന്നത്. അപ്പോൾ ആ പാത്രം ഒന്ന് കഴുകി വയ്ക്കട്ടെ കേട്ടോ. ശരിക്കും രാവിലെ വെളുപ്പിന് ജോലികളൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ. ചോറും കറിയും കാപ്പിയൊക്കെ ആയതായിരുന്നേ. ഇതിപ്പോൾ ഈ പാവയ്ക്ക ഇനിയിപ്പം അത് നിർത്തി ചീത്തയാക്കി കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാനിപ്പം പെട്ടെന്ന് ഉച്ചയ്ക്ക്. അപ്പോൾ ഇനി വൈകുന്നേരത്തേക്കും കൂട്ടാമല്ലോ, അതുകൊണ്ടാണ് കടുകൊക്കെ വറുത്ത് കറിവേപ്പിലയും മൂപ്പിച്ചിട്ട് പാവയ്ക്കായും കൊച്ചുള്ളിയൊക്കെ കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് ഇച്ചിരി ഉപ്പുപൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി പിന്നെ ഇച്ചിരി നേരം ഒന്ന് അടച്ച് വയ്ക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ വേറെ ചീനച്ചട്ടിയൊക്കെയാണ് വെക്കുന്നതെങ്കിൽ ഏറെ എണ്ണ ഒഴിച്ച് കൊടുക്കണം. അന്നേരം അതിനകത്ത് കിടന്ന് തന്നെ നന്നായിട്ട് വറന്നിങ്ങ് വരും. പക്ഷെ അത്ര രീതിയിലല്ല ഞാൻ വയ്ക്കുന്നത്. ഒത്തിരി അങ്ങോട്ട് ബ്രൗൺ കളറാകുന്ന പോലെ വഴറ്റുന്നില്ല. അത് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് ചൂടാക്കി പുളിവെള്ളം ഒഴിച്ച് അരപ്പും കൂടി ഒഴിച്ച് മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകി ആവശ്യത്തിന് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ചാറൊക്കെ നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് വാങ്ങി വയ്ക്കാം കേട്ടോ. ഇപ്പോൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനുള്ള സമയമായി കേട്ടോ. ചോറുണ്ണാനായിട്ട് പോവുകയാണേ. ഇപ്പോൾ രാവിലത്തെ കുമ്പളങ്ങാത്തോരൻ, പിന്നെ കേര മീൻ വറുത്തതുണ്ടായിരുന്നു. രാവിലെ കാപ്പിക്ക് സാമ്പാറാണ് ഉണ്ടാക്കിയത് കേട്ടോ. ഇപ്പോൾ ഗോതമ്പ് പുട്ടും സാമ്പാറും ആയിരുന്നു. പിന്നെ നമ്മുടെ പാവയ്ക്ക തീയലും കൂടി എടുക്കുന്നുണ്ടേ. അപ്പോൾ ഇനി ചോറ് കഴിക്കട്ടെ കേട്ടോ. അപ്പം നമ്മൾ താമസിക്കുന്നത് ഒരു നാട്ടിൻപുറത്താണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്കകത്തും അതുപോലെയുള്ള നാട്ടിൻപുറ ശൈലികളൊക്കെയാണ് വരാറ്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ ഇഷ്ടമാകുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തന്നേക്കണേ. ഇപ്പോൾ ചോറുണ്ണുവാണ്. പാവയ്ക്ക തീയൽ നല്ല രുചിയായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ
ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് കറി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. ഇന്നാലും ഞാൻ തക്കാളി കറി വെച്ചിട്ട് അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഊണൊക്കെ കഴിഞ്ഞിട്ട് വിശ്രമമാണ് കേട്ടോ. പുറത്ത് നല്ല വെയിലാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതിക്കോട്ടെ. വീഡിയോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി കേട്ടോ. വീഡിയോ നിർത്തുവാണേ.